ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കലോട്ടസിൻ്റെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ജനറൽ ഹാബിറ്റാറ്റ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നൗ വി ആർ ജസ്റ്റ് മൂവിങ് ടു ദി ബോഡി വാൾ. ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് അണ്ടർ ദിസ് ടൈപ്പ് സ്റ്റഡി ഓഫ് കലോട്ടസ്. ഓക്കെ, ബോഡി വാൾ എന്ന് പറയുന്നത് ചോദ്യം 5 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ ചോദിക്കാൻ ചോയ്സ് ഉള്ള ഒരു ടോപ്പിക്കാണ് കലോട്ടസ് ടൈപ്പ് സ്റ്റഡിയുടെ ഭാഗമായിട്ട്. Now, നമുക്കറിയാം ഒരു ഹയർ ഓർഗാനിസം ആയതുകൊണ്ട് തന്നെ ഓക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസം എന്ന് പറയുന്നത് സീലോമേറ്റ് ആണ്. സോ ബോഡി വാളിൻ്റെ പ്രധാനമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ സീലോമിനെ കവർ ചെയ്യുക എന്നുള്ളതായിരിക്കും അല്ലേ. സോ ദ ബോഡി വാൾ എൻക്ലോസസ് ദ സ്പേഷ്യസ് സീലോം. സീലോം എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക്, ബോഡി ക്യാവിറ്റീനെയാണ് നമ്മൾ സീലോം എന്ന് പറയുന്നത്. വെർട്ടിബ്രേറ്റ്സിൻ്റെ കേസിൽ എല്ലാ ഇന്റേണൽ ഓർഗാൻസും പ്ലേസ് ചെയ്തേക്കുന്നത് എന്താണ്, ഈ സീലോമിലാണ്. ഓക്കെ, നമ്മൾ ഒരു പ്ലാൻ എന്ന് പറയുന്നത് പൈപ്പ് വിത്തിൻ എ പൈപ്പ് പ്ലാനാണ് അല്ലേ. ഒരു പൈപ്പ് വിത്തിൻ എ പൈപ്പ് പ്ലാനാണ് നമ്മളത് അല്ലേ. ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഉള്ളിലൊരു പൈപ്പ് പുറത്തൊരു പൈപ്പ്, അപ്പം ഇതിൻ്റെ ഇടവയായിട്ട് ഡിഫറെൻറ്റ് ഓർഗാൻസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഈ ഒരു ക്യാവിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബോഡി ക്യാവിറ്റി എന്ന് വിളിക്കുന്നത്. ഈ ഉള്ളിലുള്ള പൈപ്പ് എന്ന് പറയുന്നത് എന്താണ്, എലിമെൻ്ററി കനാലാണ്. ഓക്കെ, അപ്പം ഈ ഒരു സിസ്റ്റത്തിനെയാണ്. അപ്പം ഈ സീലോമിനെ എൻക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ പണി, ഈ ബോഡി വാളിൻ്റെ പണി. അതാണ് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. Now, it protects the delicate internal organs of the body. Definitely സീലോമിലാണ് എല്ലാ ഇന്റേണൽ ഓർഗാൻസും പ്ലേസ് ചെയ്തേക്കുന്നത്. കരളായിക്കോട്ടെ, ഹൃദയം ആയിക്കോട്ടെ, ഓക്കെ, പാങ്ക്രിയാസോ എന്തോ ആയിക്കോട്ടെ, എല്ലാം പ്ലേസ് ചെയ്തേക്കുന്നത് ഇറ്റ്സ് ആക്ച്വലി വിത്തിൻ ദ സീലോം. സോ സീലോമിനെ എൻക്ലോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആക്ച്വലി ദ ബോഡി വാൾ ഈസ് പ്രൊട്ടക്ടിങ് ദി ഇന്റേണൽ ഓർഗാൻസ്. ഒരു ബോഡി വാളിൻ്റെ സ്ട്രക്ചറൽ ലെവലിലേക്ക് പോവുകയാണെങ്കിൽ പ്രധാനമായിട്ട് 3 ലെയറാണ് നമുക്ക് ബോഡി വാളിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ഒന്ന് സ്കിന്നാണ്, അല്ലെങ്കിൽ നമ്മൾ ഇൻഡഗ്മെന്റ് എന്ന് പറയുന്നത് തൊലി. രണ്ടാമത്തത് അതിൻ്റെ അകത്തായിട്ട് എന്തുണ്ടാവും, മസിൽ ഉണ്ടാവും. ഓക്കെ, മസിലിൻ്റെ ഉള്ളിലായിട്ട് സീലോമിനെ കവർ ചെയ്തുകൊണ്ട് പെരിറ്റോണിയം ഉണ്ടാവും അല്ലേ. വിസറൽ പെരിറ്റോണിയം, പെരൈറ്റൽ പെരിറ്റോണിയം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വിസറൽ പെരിറ്റോണിയം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ഓരോ ഓർഗാൻസിനെയും കവർ ചെയ്തിട്ട് എന്തുണ്ട്, ഒരു പെരിറ്റോണിയം ലെയർ ഉണ്ട്. അതിനെയാണ് നമ്മൾ വിസറൽ പെരിറ്റോണിയം എന്ന് വിളിക്കുക. ബോഡി വാളിൻ്റെ ഏറ്റവും ഡീപ്പായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീലോമിൻ്റെ ഏറ്റവും ഔട്ടർ പോർഷനിൽ കാണുന്ന ലെയറാണ് ഇവിടെ പെരൈറ്റൽ പെരിറ്റോണിയം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ബോഡി വാളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടായിരിക്കും അതുണ്ടാവുക. അങ്ങനെ 3 ലെയറാണ് നമ്മുടെ ബോഡി വാളിനുള്ളത് കലോട്ടസിൻ്റെ. അത് നമ്മുടെ കേസ് എടുക്കുകയാണെങ്കിലും സെയിം തന്നെയാണ് കേട്ടോ, മനുഷ്യൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും ഈക്വൽ ആണ്. ഒന്നാമത്തത് എന്താണ്, ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ളതാണ് സ്കിൻ ഓർ ഇൻറ്റഗ്മെന്റ് എന്ന് പറയുന്നത്. സ്കിന്നിൻ്റെ അടിയിലായിട്ട് നമുക്ക് എന്ത് കാണാം, മസിൽ കാണാം. ഏറ്റവും ഇന്നറായിട്ട് പെരിറ്റോണിയം കാണാം. ഏറ്റവും ഇന്നറായിട്ട് ബോഡി വാളിൻ്റെ ഇന്നറാണ് ഉദ്ദേശിക്കുന്നത്. സീലോമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഔട്ടർ ആയിട്ട് കാണുന്നതാണ് എന്ത്, പെരിറ്റോണിയം എന്ന് പറയുന്നത്. സ്കിന്നിലേക്ക് പോവാം നമുക്ക്. ഓക്കെ, സ്കിൻ അതായത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ ബോഡി വാൾ, അത് നമ്മൾ സ്കിന്നാണെന്ന് പറഞ്ഞു. സ്കിൻ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം, നമ്മൾ ദേ ആർ ഫുള്ളി അഡാപ്റ്റഡ് ഫോർ ദി ടെറസ്ട്രിയൽ ലൈഫ്. ഓക്കെ, ഒരു അക്വാട്ടിക് എൻവയോൺമെന്റിലല്ല ഇത് ജീവിക്കുന്നത്, ടെറസ്ട്രിയൽ ലൈഫാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് റണ്ണർ ആയിട്ടോ അല്ലെങ്കിൽ ഫോളിയേജ് റണ്ണർ ആയിട്ടോ ആണ് ഇത് ആക്ട് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. ഇതിൻ്റെ ഹാബിറ്റ് അങ്ങനെയാണ്. അപ്പം ഒരു ടെറസ്ട്രിയൽ ലൈഫിന് എന്തൊക്കെയാണോ സ്കിന്നിൽ ആവശ്യം, ആ ഒരു പാറ്റേൺ ഓഫ് സ്കിന്നാണ് കലോട്ടസിൻ്റെ കേസിലുള്ളത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുന്നത്. ദേ ആർ ഫുള്ളി അഡാപ്റ്റഡ് ഫോർ, സ്കിൻ ഈസ് ഫുള്ളി അഡാപ്റ്റഡ് ഫോർ ദി ടെറസ്ട്രിയൽ ലൈഫ്. ക്ലിയർ ആണല്ലോ. നൗ ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ മോർഫോളജി പറഞ്ഞ എന്താണ്, ക്യൂട്ടേനിയസ് ഗ്ലാൻസ് എന്ന് പറയുന്നത് ആബ്സെന്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്കിന്നിൽ മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഇതിൻ്റെ കയ്യിലില്ല. സോ മോയ്സ്ചർ കംപ്ലീറ്റ് ആയിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്ത് പോകുന്നത് ഒഴിവാക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഇതിൻ്റെ സ്കിൻ എന്താണ്, വളരെ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ്. നമ്മളൊക്കെ ആണെങ്കിൽ എന്തുണ്ട്, സെബം ഗ്ലാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഓയിലി ആയിട്ടുള്ള സെക്രീഷൻസ് വെച്ച് കവർ ചെയ്യും. എപ്പിഡെർമിസ് എന്ത് ചെയ്തിട്ടുണ്ട്, കെരാറ്റിനൈസ്ഡ് എപ്പിഡെർമിസ് ആണ് ഏറ്റവും പുറത്തുള്ളത്. അപ്പം ഈ ഒരു 2 മെക്കാനിസവും കൊണ്ട് നമ്മൾ വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു സ്കിന്നല്ല, ഒരു സ്കെയിലി സ്കിന്നല്ല നമ്മളത്, വളരെ സ്മൂത്ത് ആയിട്ടുള്ള സ്കിന്നാണ്. അതേസമയം ഇതിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഡീഹൈഡ്രേഷനെ പ്രിവെൻറ്റ് ചെയ്യുക, ക്യൂട്ടേനിയസ് ഗ്ലാൻഡ് ആബ്സെന്റ് ആണ്. ഈ 2 കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഇതിൻ്റെ സ്കിന്ന് എന്ന് പറയുന്നത് ഡ്രൈ ആണ്, അതേപോലെ തന്നെ സ്കെയിലി ആണ്. ഓക്കെ, കെരാറ്റിനൈസ്ഡ് ആണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്കെയിൽസ് കെരാറ്റിനൈസ്ഡ് ആണ്. ക്ലിയർ ആണല്ലോ. സോ ദേ ആർ ലാക്കിംഗ് ക്യൂട്ടേനിയസ് ഗ്ലാൻഡ്. നൗ
ഇറ്റ് പ്രിവെൻസ് ദ ലോസ് ഓഫ് വാല്യുബിൾ ബോഡി മോയ്സ്ചർ ത്രൂ ദി സർഫേസ്. അതാണ് ഞാൻ പറഞ്ഞത്, ഡീഹൈഡ്രേഷനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. നൗ ഹിസ്റ്റോളജിക്കലി നോക്കുകയാണെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ദാറ്റ് ദ സ്കിൻ ഈസ് ആക്ച്വലി കമ്പോസ്ഡ് ഓഫ് 2 layers. എന്താണ്? ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഈസ് ദി എപ്പിഡെർമിസ്. നമ്മുടെ കയ്യിലും അങ്ങനെ തന്നെയാണ് അല്ലെ, അതേ മോഡലിലാണ് നമ്മളെ ഒരു സ്കിന്നും ഇരിക്കുന്നത്. ആൻഡ് ഇന്നർ മോസ്റ്റ് വൺ ഈസ് കോൾഡ് ആസ് ദി ഡെർമിസ്. അപ്പം ഇന്നർ ലെയർ എന്ന് പറയുന്നത് ഡെർമിസും ഔട്ടർ ലെയർ എന്ന് പറയുന്നത് എപ്പിഡെർമിസും ആയിരിക്കും. ഓക്കെ, അങ്ങനെ 2 ലെയേർഡ് ആയിട്ടുള്ള ഒരു സ്കിന്നാണ് കലോട്ടസിന്റെ കേസിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. നൗ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എപ്പിഡെർമിസ് ആണ് സ്കിന്നിന്റെ കേസിൽ, ഇന്നർ ലെയർ ആണ് ഡെർമിസ് എന്നുള്ളത്. ഈ എപ്പിഡെർമിസ് എടുക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 3 ലെയർ ആണ് നമുക്ക് എപ്പിഡെർമിസിൽ കാണാൻ വേണ്ടി പറ്റുക. ഒന്നാമത്തെ ലെയർ, ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് കാണുന്ന ലെയർ ആണ് എന്ത്? സ്ട്രാറ്റം കോർണിയം എന്ന് വിളിക്കും. ഓക്കെ, സ്ട്രാറ്റം കോർണിയം എന്ന് വിളിക്കുന്നതാണ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ലെയർ. ഓക്കെ, ഏറ്റവും ഇന്നർ മോസ്റ്റ് ആയിട്ടുള്ള ലെയർ എന്ന് പറയുന്നത് സ്ട്രാറ്റം മാൽപീജി ആണ്. ഒരു ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ സെൽസ് കൊണ്ടാണ് ഈ സ്ട്രാറ്റം മാൽപീജി ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് സ്ട്രക്ചർ കാണുമ്പോൾ അറിയാം അല്ലെ, ഒരു ക്യൂബോയിഡൽ ഷേപ്ഡ് ആയിട്ടുള്ള എപ്പിത്തീലിയൽ സെൽസ് കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒരു സിംഗിൾ ലെയർ ആണ് സ്ട്രാറ്റം മാൽപീജി എന്ന് പറയുന്നത്. സ്ട്രാറ്റം മാൽപീജിയുടെ തൊട്ടു മുകളിലായിട്ട് ഹൈലി ഡിവൈഡിങ് ആയിട്ടുള്ള റാപ്പിഡ്ലി ഡിവൈഡിങ് ആയിട്ടുള്ള ഒരു എപ്പിഡെർമൽ ലെയർ ഉണ്ട്, എപ്പിത്തീലിയൽ ലൈനിങ് ഉണ്ട്. ആ എപ്പിത്തീലിയൽ ലൈനിങ്ങിന് വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റം ജെർമിനറ്റൈവം എന്നുള്ളത്. ഓക്കെ, ഓർ ജെർമിനൽ ലെയർ എന്ന് വിളിക്കും. ഈ ജെർമിനറ്റൈവം ആണ് ഹൈലി ഡിവൈഡിങ് ആയിട്ട് മുകളിലേക്ക് എന്ത് ചെയ്യുന്നത്? സെൽസിനെ പുഷ് ചെയ്യുന്നത്. ഓക്കെ, മുകളിലേക്ക് സെൽസ് ഇങ്ങനെ പുഷ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെയർ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഡിവൈഡ് ചെയ്യുമ്പോൾ താഴെ ആരുണ്ട്? സ്ട്രാറ്റം മാൽപീജി ഉള്ളത് കൊണ്ട് താഴോട്ടല്ല ഡിവൈഡ് ചെയ്യുന്നത്, മുകളിലേക്കാണ്. അപ്പം സെൽസിനെ മുകളിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ എന്ത് ചെയ്യും? ഒരു മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം മുകളിൽ നിൽക്കും. ഈ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയത്തിൽ എന്ത് സംഭവിക്കും? ദർ വിൽ ബി ഹോണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കെരാറ്റിൻ ഡെപ്പോസിറ്റ് വരുമ്പോൾ ഒരു ഹോണി സ്ക്ലീറോ പ്രോട്ടീൻ, അതാണ് കെരാറ്റിൻ എന്ന് പറയുന്നത്, അങ്ങനെ ഒരു കട്ടിയുള്ള പദാർത്ഥമായിട്ട് ആ ലെയർ മാറും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്? സ്ട്രാറ്റം കോർണിയം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം ഹോണി എപ്പിഡെർമൽ സ്കെയിൽസ് എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്? ഇറ്റ്സ് ആക്ച്വലി കമ്മിങ് ഫ്രം ദി സ്ട്രാറ്റം കോർണിയം. സ്ട്രാറ്റം കോർണിയത്തിലേക്ക് ഒരുപാട് കെരാറ്റിൻ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ആക്ച്വലി എന്തുണ്ടാകുന്നത്? സ്കെയിൽസ് ആയിട്ട് അത് മാറ്റപ്പെടുന്നത്. അങ്ങനെ സ്കെയിൽസ് ആയിട്ട് മാറ്റപ്പെടുന്നു. ഇനി അത് കൂടാതെ എന്തുണ്ട്? ഇതേ എപ്പിത്തീലിയൽ ലൈനിങ് തന്നെയാണ് എന്തായിട്ട് മാറുന്നത്? ക്ലോസ് ആയിട്ട് മാറുന്നത് അല്ലെ, നല്ല മൂർച്ചയുള്ള വളഞ്ഞ നഖം ആയിട്ട് മാറുന്നത് ഇതേ സ്കെയിൽസ് തന്നെയാണ്. സ്കെയിൽസ് ഒരു മോഡിഫൈഡ് സ്കെയിൽസ് ആണ് ക്ലോ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓർമ്മിക്കുക, ന്യൂ സെൽസ് ആ 3 ലെയർ ഉണ്ട് എന്നുള്ളത് ഓർമ്മിക്കുക. എന്തൊക്കെയാ 3 ലെയർ? ഒന്ന് സ്ട്രാറ്റം കോർണിയമാണ്, രണ്ടാമത്തത് സ്ട്രാറ്റം ജെർമിനറ്റൈവം ആണ്, മൂന്നാമത്തെ ഇന്നർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിന്റെ സിംഗിൾ ലെയർ ആണ്, അതാണ് സ്ട്രാറ്റം മാൽപീജി എന്ന് പറയുന്നത്. അതാണ് ബോർഡർ ഓഫ് ദി എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെർമിസിനെ എപ്പിഡെർമിസിൽ നിന്ന് മാറ്റി നിർത്തുന്നത് അതാരാണ്? സ്ട്രാറ്റം മാൽപീജി ആണ്. ഓക്കെ, ഇനി സ്ട്രാറ്റം ജെർമിനറ്റൈവത്തിന്റെ പ്രത്യേകത എന്താണ്? ദേ ആർ റാപ്പിഡ്ലി ഡിവൈഡിങ്. അത് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മുകളിലേക്ക് സെൽസിനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ മുകളിലെ സെൽസ് അടുക്കി വെച്ച സെൽസ് ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം എന്ന് വിളിച്ചത്. ഈ സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയത്തിലേക്ക് ആര് സെക്രീറ്റ് ചെയ്യപ്പെടും? കെരാറ്റിൻ സെക്രീറ്റ് ചെയ്യപ്പെടും. അങ്ങനെ അതൊരു ഹോണി സ്കെയിൽസ് ആയിട്ട്, സ്കെയിലി അപ്പിയറൻസ് ആയിട്ട് അത് മാറും. ആൻഡ് therefore the layer is known as the stratum corneum. ക്ലിയർ ആണല്ലോ? ആ സ്കെയിൽസ് തന്നെയാണ് മോഡിഫൈഡ് ആയിട്ട് എന്താവുന്നത്? ക്ലോസ് ആയിട്ട് മാറുന്നത്. ഡാക്ടൈൽസിൽ, അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലിംബിലുള്ള ഫിംഗേഴ്സ് അല്ലെങ്കിൽ ഡിജിറ്റ്സിൽ ക്ലോസ് ടിപ്പിലുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് മോർഫോളജിയിൽ. അത് എന്ന് പറയുന്നത് ഈ മോഡിഫൈഡ് ആയിട്ടുള്ള സ്കെയിൽസ് ആണ്. അപ്പോൾ കെരാറ്റിൻ ഡെപ്പോസിഷൻ കൊണ്ടാണ് എപ്പിത്തീലിയൽ ലൈനിങ് ഹോണി അല്ലെങ്കിൽ സ്ക്ലീറോട്ടിക് ആയിട്ട് മാറുന്നത്. ഓക്കെ, now outermost dead cells ഞാൻ പറഞ്ഞു, they are known as the stratum corneum which is relatively thicker in reptiles. ഒരു ഹാർഡ് ആയിട്ടുള്ള ഡീഹൈഡ്രേഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആയി മാറുന്നത്. The horny layer produces scales which form the protective exoskeletal covering all over the body. ഇതെന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്കറിയാം, എല്ലാ ഉരക ജീവികളും, റെപ്റ്റൈൽസിലുള്ള എല്ലാ ജീവികളും എന്ത് ചെയ്യും? അതിന്റെ പടം പൊഴിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് മലയാളത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് എക്ഡൈസിസ് എന്ന് പറയുന്ന പ്രോസസ്സാണ് അല്ലെ. തൊലി എന്ത് ചെയ്യും? പൊളിച്ച് കളയും. നിങ്ങൾ പാമ്പിന്റെ ഒക്കെ പടം ഇങ്ങനെ പൊളിച്ച് കളഞ്ഞതായിട്ട് ഇപ്പോൾ കിണറിന്റെ
ഇതുണ്ടല്ലോ, പടവിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മതിലിൻ്റെ മുകളിലൊക്കെ നിങ്ങൾക്ക് പാമ്പ് പടം പൊഴിച്ച് അതിൻ്റെ എക്ഡൈസിസ് നടന്നിട്ട് അതിൻ്റെ എക്സോസ്കെലിറ്റൻ, അതായത് ഈ സ്കെയിലി ലെയർ റിമൂവ് ചെയ്യപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആർത്രോപോഡ്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടതാണ്, അത് ഇൻസെക്ട്സിൻ്റെ കേസിൽ ഉണ്ടായിരുന്നു എക്ഡൈസിസ്. അതുപോലെ ക്രസ്റ്റേഷ്യൻസിൻ്റെ കേസിൽ ഈ ഞണ്ട്, പ്രോണ്, ഇതിൻ്റെയൊക്കെ കേസിൽ ഉണ്ടായിരുന്നു എക്ഡൈസിസ് ഉണ്ടായിരുന്നു. എക്ഡൈസോൺ എന്ന് പറയുന്ന ഹോർമോൺ നമുക്കറിയാം എക്ഡൈസിസിനെ സഹായിക്കുന്നതാണ് എന്നുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രോസസ്സ് ആരുടെ കയ്യിൽ നടക്കുന്നുണ്ട്? റെപ്റ്റൈൽസിന്റെ കയ്യിൽ നടക്കുന്നുണ്ട്. റെപ്റ്റൈൽസ് അപ്പോൾ എന്തിനാ പൊളിച്ച് കളയുന്നത്? ഈ സ്കെയിലി ലെയറിനെയാണ്, അല്ലേ? ഈ സ്ട്രാറ്റം കോർണിയത്തെയാണ് നമ്മൾ ഇങ്ങനെ പൊളിച്ച് കളയുന്നത്, ഓർമ്മിക്കാതെ. ഓക്കെ, സോ ദേ ഹാവ് ഫ്രീ പോസ്റ്റീരിയർ ബോർഡർ ആൻഡ് മോർ ഓർ ലെസ് ഓവർലാപ്പ് ഈച്ച് അതർ. ഫ്രീ പോസ്റ്റീരിയർ ബോർഡർ എന്ന് പറയുമ്പോൾ ഇപ്പം തല ഇവിടെയാണ് എന്ന് വിചാരിക്കാം, ബോഡി ഇതുമാണെങ്കിൽ സ്കെയിൽസ് നിൽക്കുന്നത് ഇങ്ങനെയായിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇവിടെ അറ്റാച്ച്ഡും ഇവിടെ പുറത്തും. അപ്പം ഇതാണ് ആൻറ്റീരിയർ എൻഡ് എന്ന് പറയുന്നത്, ഇതാണ് പോസ്റ്റീരിയർ എൻഡ് എന്ന് പറയുന്നത്. ഇത് ഹെഡായിട്ട് എടുക്കുകയാണെങ്കിൽ എന്താണ്, ഇത് ആൻറ്റീരിയർ എൻഡും ഇത് പോസ്റ്റീരിയർ എൻഡുമാണ്. അപ്പം പോസ്റ്റീരിയർ എൻഡിലേക്കാണ് സ്കെയിൽസ് ഫ്രീ ആയി കിടക്കുന്നത്, പൊന്തി കിടക്കുന്നത് പോസ്റ്റീരിയർ എൻഡിലായിരിക്കും. ഈ ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കും സ്കെയിൽസിന് ഉണ്ടാവുക. ഈ സ്കെയിലി കവറിങ് പീരിയോഡിക് ആയിട്ട് റിമൂവ് ചെയ്യപ്പെടും, ഷെഡ് ഓഫ് ചെയ്യും. അതിന് പറയുന്ന പേരാണ് എക്ഡൈസിസ് എന്നുള്ളത്. അത് ഈ ഇൻസെക്ട്സിലും അതുപോലെ തന്നെ ക്രസ്റ്റേഷ്യൻസിലൊക്കെ നമ്മൾ കണ്ടതാണ് ഓൾറെഡി കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഈ ഹോണി ലെയർ തന്നെയാണ് എന്തായിട്ട് മാറുന്നത്, ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു, ക്ലോസ് ആയിട്ട് മാറുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് എപ്പിഡെർമിസ്. ഇപ്പോൾ ഓർമ്മിക്കേണ്ട ഇത്രയേ ഉള്ളൂ. എപ്പിഡെർമിസിൽ 3 ലെയർ ഉണ്ട്. 3 ലെയറിൻ്റെ പ്രത്യേകത പഠിക്കുക. അതിൽ ഹൈലി ഡിവൈഡിങ് ആയിട്ടുള്ള സെൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ട്രാറ്റം ജെർമിനറ്റൈവം, ജെർമിനൽ ലെയർ എന്ന് വിളിക്കുന്നത് അതാണ്. ഏറ്റവും ഡെഡ് ആയിട്ടുള്ള ഒരു ലെയറാണ് സ്ട്രാറ്റം കോർണിയം എന്ന് പറയുന്നത്. കെരാറ്റിനൈസ്ഡ് ആണ്. ആക്റ്റീവ് ആയിട്ടുള്ള എപ്പിഡെർമിസിന്റെ ബോർഡറാണ് വിച്ച് ആക്ച്വലി മാർക്ക് ദ ഡെർമിസ് ഈസ് നോൺ ആസ് ദി എന്താണ് സ്ട്രാറ്റം മാൽപിജി. ക്യൂബോയിഡൽ എപ്പിത്തീലിയം കൊണ്ടാണ് അത് ഉണ്ടായിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ എപ്പിഡെർമിസിന്റെ കേസിൽ പഠിക്കാം. നൗ നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡെർമിസ് ആണ്, അല്ലേ? നെക്സ്റ്റ് നേരെ ഇന്നർ പോർഷൻ ആയിട്ടുള്ള ഡെർമിസ്. ഡെർമിസ് പ്രധാനമായിട്ടും 3 ലെയേർഡ് ആയിട്ടാണ് കാണാം. ഓക്കെ, കലോട്ടസിന്റെ കേസിൽ ഡെർമിസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 ലെയേർഡ് ആണ് കാണാം. ഒന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ലെയർ ആണ്. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ലെയർ എവിടെയാണ് കാണുന്നത്? സ്ട്രാറ്റം മാൽപിജിയുടെ തൊട്ട് താഴെയായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇന്നർമോസ്റ്റ് ലെയറും എന്താണ്? ലൂസ് കണക്റ്റീവ് ടിഷ്യൂ തന്നെയാണ്. ഓക്കെ, 2 ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്. ഓക്കെ, ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. സോ അപ്പർ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയാം നമുക്ക്, ലോവർ മോസ്റ്റ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയാം. ഈ ലോവർ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെല്ല സബ്ജങ്ക്റ്റൈവ എന്നുള്ളത്. ഓക്കെ, പേര് മറന്നു പോകരുത്, ടെല്ല സബ്ജങ്ക്റ്റൈവ. അതെന്താണ്? ഇന്നർ, ഓക്കെ, ഇന്നർ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ അല്ലെങ്കിൽ ഡീപ്പർ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ടെല്ല സബ്ജങ്ക്റ്റൈവ. ഇതിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട്, അതായത് ഇന്നർ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിനെയും ഔട്ടർ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിനെയും, ഓക്കെ, ഔട്ടർ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിനെയും ഇന്നർ ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിനെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് എന്തുണ്ട്? ഒരു ഫൈബ്രസ് ആയിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ ടിഷ്യൂ ലെയർ ഉണ്ട്, കണക്റ്റീവ് ടിഷ്യൂ ലെയർ ഉണ്ട്. ഓക്കെ, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കണക്റ്റീവ് ടിഷ്യൂ ലെയർ ഉണ്ട്, അതാണിത്. അപ്പം 3 ലെയർ ഏതൊക്കെയാണ്? ഒന്ന് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഔട്ടർ, inner is known as tella subjunctiva, and separating outer and inner loose connective tissue is a middle horizontal fibrous connective tissue. ഇങ്ങനെ 3 ലെയർ ആയിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക ഡെർമിസ് ഓഫ് ദി കലോട്ടസ്. നൗ ഇതിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ ഔട്ടർ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ഉണ്ടല്ലോ, അതിൽ എന്തുണ്ട്? മസിൽസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും, നെർവ് ഫൈബേഴ്സ് കാണാം, ബ്ലഡ് വെസൽസ് കാണാം, ആൻഡ് ക്രൊമാറ്റോഫോഴ്സും കാണാം. ക്രൊമാറ്റോഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ലിസാർഡ്സിൻ്റെ ഒക്കെ കേസിൽ എന്തുണ്ട്? കളർ മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അല്ലെങ്കിൽ പാമ്പിൻ്റെ കേസിലാണെങ്കിൽ ഡിഫറെൻറ്റ് കളേർഡ് ആയിട്ടുള്ള സ്പോട്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, അല്ലേ? ഓരോ പാമ്പിനെ കാണുമ്പോഴും നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന എന്താണ്? അതിൻ്റെ ബോഡിയിലുള്ള പാറ്റേൺ ആണ്. ഈ കൃത്യമായിട്ടുള്ള പാറ്റേണും കളറും ലിസാർഡ്സിലും സ്നേക്സിലും കൊടുക്കുന്ന സെൽസിന് പറയുന്ന പേരാണ് ക്രൊമാറ്റോഫോഴ്സ്, കളറിംഗ് ഏജന്റ് പ്രസന്റ് ആയിരിക്കുന്നത്. ഓക്കെ, ചില ലിസാർഡ്സിന്റെ കേസിൽ നെർവ് ഫൈബേഴ്സ് ആയിരിക്കില്ല ഇത് കൺട്രോൾ ചെയ്യുന്നത്, മറിച്ച് പീനിയൽ ഗ്ലാൻഡ് ആയിരിക്കും അല്ലെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യുക. ഓക്കെ, ഹോർമോണൽ റെഗുലേഷൻ ആയിരിക്കും ഈ ക്രൊമാറ്റോഫോഴ്സ് ഉണ്ടാവും, ഏത് കളർ പാറ്റേൺ വരണം എന്നുള്ളത്.
നമ്മൾ മോർഫോളജി പറഞ്ഞപ്പോഴും മെയിലിനെ ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ കലോട്ടസിന്റെ കേസിൽ മെയിലിനെ ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? മെയില് ക്രിംസൺ കളേർഡ് ആയിട്ട് മാറും ഏതൊരു സമയത്ത്? ബ്രീഡിംഗ് സീസണിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കളറേഷനിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഈ ക്രൊമാറ്റോഫോഴ്സിന്റെ ആക്ടിവിറ്റിയാണ്. അതിലുള്ള കളർ പ്രൊഡക്ഷനിൽ ഡിഫറൻസ് ആണ് ഈ പറയുന്ന ക്രിംസൺ കളറിന് കാരണം. അതുപോലെ ഈ ലിസാർഡ് എന്തുണ്ട്? ഗാർഡൻ ലിസാർഡ് എന്ത് ചെയ്യും? ഏത് പ്ലാന്റിനാണോ ഇരിക്കുന്നത് ആ പ്ലാന്റിന്റെ കളറിലേക്ക് മാറുന്നതും നിങ്ങൾ കണ്ടതാണ്. ക്യാമോഫ്ലാഷ് ചെയ്യാനുള്ള ഒരു അഡാപ്റ്റേഷൻ ഉള്ളതാണ്. ഇതൊക്കെ ആരുടെ ആക്ടിവിറ്റിയാണ്? ക്രൊമാറ്റോഫോഴ്സിന്റെ ആക്ടിവിറ്റിയാണ്. ക്രൊമാറ്റോഫോഴ്സ് എവിടെയാണ് പ്രസന്റ് ആയിരിക്കുന്നത്? ദ ഔട്ടർ ലൂസ് കണക്റ്റീവ് ടിഷ്യൂലാണ്. ഓക്കെ, ഇന്റർഗമെന്ററി ഗ്ലാൻസ് എന്ന് പറയുന്നത് ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ ചില ലിസാർഡ്സിന്റെ കേസിൽ എന്ത് ചെയ്യും? ഫിമോറൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഹൈൻഡ് ലിംബിന്റെ ഇടയിലായിട്ട് നമുക്ക് ഫിമോറൽ ഗ്ലാൻഡ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, വെൻട്രൽ സർഫസിലാണ് ഇത് കാണുക. ഇതിന്റെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ സെക്രീഷൻസ് വന്ന് ഒരു സ്കെയിലി ആയിട്ടുള്ള പോയിന്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിട്ട് മാറും. ഓക്കെ, ഇതെന്ത് ചെയ്യും? ഇത് മെയിലിന്റെ കേസിലാണ് ഇത് പ്രസന്റ് ആയിട്ടുണ്ടാവുക. അപ്പം മെയിലിന് ഫീമെയിലിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബ്രീഡിംഗ് സീസണിൽ മെയിലിന് ഫീമെയിലിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചർ ആയിട്ട് ഈ സ്കെയിലി സെക്രീഷൻ മാറും. ഓക്കെ, ഒരു ഹോണി സെക്രീഷൻസ് ആയിട്ട് അത് മാറും. ഏതാണ് ഗ്ലാൻഡ്? ഇപ്പോൾ ഇന്റർഗമെന്ററി ഗ്ലാൻഡ് ചിലതിലുണ്ട് എന്ന് പറയുമ്പോഴും ഏതാണ് ഇന്റർഗമെന്ററി ഗ്ലാൻഡ് എന്ന് പറയുന്നത്? ഫിമോറൽ ഗ്ലാൻഡ് ആണ്. അതിന്റെ സെക്രീഷൻസ് ഒരു ഹോണി സ്ട്രക്ചർ ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയും ബ്രീഡിംഗ് സീസണിൽ കോർട്ട്ഷിപ്പിന്റെ സമയത്ത് ഫീമെയിലിനെ മെയിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹോണി സ്ട്രക്ചർ ഉപയോഗിക്കുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ? In male, femoral glands secrete a substrate that hardens into temporary spines which assist in holding the female during the copulation. Now, beneath the skin layer of muscles, ഓക്കെ, ബിനീത് ദ സ്കിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെർമിസ് കഴിഞ്ഞാൽ നേരെ രണ്ടാമത്തെ ലെയർ നമ്മൾ പറഞ്ഞ എന്താണ്? പെരിറ്റോണിയത്തിന് മുമ്പായിട്ട് എന്തുണ്ട്? മസിൽസ് ഉണ്ട്. നമ്മൾ ഏതൊരു ഓർഗാനിസത്തിനെ ആണെങ്കിലും നമ്മൾ ലിസാർഡ്സിനെയൊക്കെ എടുക്കുകയാണെങ്കിൽ അതൊന്നും പറ്റില്ല. വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരം ഒന്നും പറ്റാത്തതാണ്. ഒരു മാമലിനെ എടുക്കുക, ആടിനെയോ അല്ല ബീഫിനെയോ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ നിങ്ങൾ തൊലി പൊളിച്ച് കഴിഞ്ഞാൽ കാണുന്ന മസിലാണല്ലോ നിങ്ങൾ ഇറച്ചിയായിട്ട് ഉപയോഗിക്കുന്നത്. സെയിം കൺസെപ്റ്റ് എല്ലാ ഓർഗാനിസത്തിലും ഉണ്ട്. ഓക്കെ, ഇപ്പം സ്കിന്നിന്റെ അടിയിൽ എന്തുണ്ട്? മസിൽസ് ഉണ്ട്. സോ ആ മസിൽസ് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രയേറ്റഡ് മസിൽ ആയിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ബോഡി മസിൽ എന്ന് പറയുന്നത് സ്ട്രയേറ്റഡ് ആണ്. സ്ട്രയേറ്റഡ് മസിൽസ് എന്ന് പറയുമ്പോഴും ഉറപ്പായിട്ടും അത് എന്തായിരിക്കും? വോളണ്ടറി മസിൽസ് ആയിരിക്കും, അല്ലെ? കാർഡിയാക് മസിലും അതുപോലെ തന്നെ സ്മൂത്ത് മസിലുമാണ് ഇൻവോളണ്ടറി ആയിട്ട് മെയിൻ ആയിട്ട് ആക്ട് ചെയ്യുക. ചില സ്ട്രയേറ്റഡ് മസിൽസും ഇൻവോളണ്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ സ്ട്രയേറ്റഡ് മസിൽസ് എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി ദേ ആർ വോളണ്ടറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിഷൻ ബ്രെയിനിൽ നിന്ന് നമ്മൾ തീരുമാനിക്കുന്നത് പോലെയാണ് അതിന്റെ ആക്ടിവിറ്റി നടക്കുക. അതിനെയാണ് വോളണ്ടറി കൺട്രോൾ എന്ന് പറയുന്നത് എന്ന് നമുക്കറിയാം. ഓക്കെ, സോ മസിൽസ് അസോസിയേറ്റഡ് വിത്ത് ദ ബോഡി വാൾ ആൻഡ് അപ്പൻഡേജസ് ആർ സ്ട്രയേറ്റഡ് ആൻഡ് ദേ ആർ അണ്ടർ വോളണ്ടറി കൺട്രോൾ. അപ്പം സ്കിന്നിന്റെ അടിയിലായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെർമിസിന്റെയും താഴെയായിട്ട് യു ക്യാൻ ഫൈൻഡ് ദ മസിൽ ലെയർ ആൻഡ് വിച്ച് ഈസ് ആക്ച്വലി ഇമ്പോർട്ടൻറ്റ് for locomotion and in supporting the body of terrestrial vertebrates. അല്ലെ, മൂവ്മെന്റിന് വേണ്ടിയിട്ട് പ്രധാനമായി സഹായിക്കുന്നു. ബാക്കിയുള്ള ആക്ടിവിറ്റീസിനും പ്രധാനമായിട്ടുള്ള റോള് ഈ പറയുന്ന മസിൽസിനുണ്ട്. അത് കഴിഞ്ഞ് താഴോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ലെയർ ഏതാണ്? പെരിറ്റോണിയം ആണ്, അല്ലെ? ഞാൻ പറഞ്ഞു സീലോമിനെ കവർ ചെയ്തുകൊണ്ട് ഉണ്ടാവുന്നതാണ്. ഒരു ഒറിജിനൽ ട്രൂ സീലോം എന്ന് പറയുന്നത് നമുക്കറിയാം they are covered with mesodermal lines എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ട്രൂ സീലോമേറ്റ് ആയിട്ട് ആ ഓർഗാനിസത്തിനെ പരിഗണിക്കുകയുള്ളൂ. അപ്പം ബോഡി വാളിന്റെ തൊട്ട് താഴെയായിട്ട് കാണുന്ന മീസോഡെർമൽ ലൈനിങ്ങിന് പറയുന്ന പേരാണ് പെരിറ്റോണിയം എന്നുള്ളത്. സോ ലൈയിങ് ബിനീത്ത് ദി മസിൽസ്, okay, below the body wall, the skin, then muscle, you can find a lining of the coelom that is actually made up of thin layer of close fitting mesodermal cells. Closely associated ആയിട്ടുള്ള mesodermal lining കൊണ്ട് കവർ ചെയ്തതായിട്ട് കാണാം ഈ മസിലിന്റെ അടിഭാഗം. ഇതിനെയാണ് നമ്മൾ പെരിറ്റോണിയം എന്ന് വിളിക്കുന്നത്. ആക്ച്വലി അതെന്താണ്? സീലോമിന്റെ ഔട്ടർ ബൗണ്ടറി ആണ്. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ എന്തും വിളിക്കാം? സീലോമിക് എപ്പിത്തീലിയം എന്ന് വിളിക്കാം. പക്ഷെ എന്താണ്? മീസോഡെർമൽ. എപ്പിഡെർമൽ ഒറിജിൻ അല്ല, മീസോഡെർമൽ. എക്ടോഡെർമൽ അല്ല, മീസോഡെർമൽ ഒറിജിൻ ആണ്. അതുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ കലോട്ടസിനെ എന്ന് വിളിക്കുന്നത് എ ട്രൂ സീലോമേറ്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? പെരിറ്റോണിയം. അത്രേ പെരിറ്റോണിയത്തിനെ കുറിച്ച് ആവശ്യമുള്ളൂ. ഈ ഒരു കണ്ടന്റ് ആണ് നമ്മൾക്ക് ബോഡി വാൾ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്.
ഓക്കെ, കലോട്ടസിൻ്റെ കേസിൽ 5 മാർക്കിന് ചോദിക്കും. അപ്പം നിർബന്ധമായിട്ടും ഈ ഡയഗ്രാം പഠിച്ചു വെക്കണം, ഓരോ ലെയറിലുള്ള പാർട്സ് പഠിച്ചു വെക്കണം, ഓരോ ലെയറും എന്താണ്, അതിൻ്റെ ധർമ്മം എന്താണ്, ഫംഗ്ഷൻ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പം ഞാനിത് ഫൈനലായിട്ട് ആ പിക്ചർ വലുതായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് ഈ സ്ട്രക്ചർ നന്നായിട്ട് നോട്ട് ബുക്കിലേക്ക് വരച്ച് ചേർക്കണം. ബുക്കിൻ്റെ കണ്ടന്റ് നിങ്ങൾ ഇതുവരെ പറഞ്ഞ കണ്ടന്റൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സ്ലൈഡ് കണ്ട പോയിന്റും അതുപോലെ തന്നെ ഞാൻ അഡീഷണൽ ആയിട്ട് പറഞ്ഞ പോയിന്റൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം അവിടെ താഴെയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, EBS ഓഫ് ദി സ്കിൻ ഓഫ് ലിസാർഡ്, വെർട്ടിക്കൽ സെക്ഷൻ ഓഫ് ദി സ്കിൻ ഓഫ് ലിസാർഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഡിഫറെൻറ്റ് ലെയർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ വരക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ സ്ട്രാറ്റം മാൽപീജിയം സ്ട്രാറ്റം കോർണിയം മാത്രമേ ഇവിടെ കാണുള്ളൂ അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ ഈ ലെയറിനെ എന്ത് ചെയ്താൽ ജെർമിനൽ അല്ലേ, സ്ട്രാറ്റം ജെർമിനറ്റൈവം, സ്ട്രാറ്റം ജെർമിനറ്റൈവം, GER നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ജെർമിനറ്റൈവം. നേരത്തെ ലെയറിൻ്റെ പേര് സ്ലൈഡ് സ്പെല്ലിംഗ് ഒക്കെ ചെക്ക് ചെയ്യുക. നൗ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ, ടെല്ല സബ്ജൻറ്റൈവ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഡെർമൽ പാപ്പില്ല. ഓക്കെ, ഇത്രയേ ആവശ്യമുള്ളൂ. ക്ലിയർ ആണല്ലോ. നമുക്ക് ഇതിൻ്റെ അടിയിൽ ഇത് സ്കിന്നിൻ്റെ കേസാണ്, സ്കിന്നാണ്. ഇതിൻ്റെ അടിയിൽ മസിൽസ് ഉണ്ടാവും, പെരിറ്റോണിയം ഉണ്ടാവും, അത് റെപ്രസെൻ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ പടം മാത്രം വരച്ചാൽ മതി, സ്കിന്നിൻ്റെ പടം മാത്രം നിങ്ങൾ വരച്ചാൽ മതി. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ മസ്കുലാർ ലെയർ ഇതിൽ കാണിക്കില്ല, അതുപോലെ തന്നെ പെരിറ്റോണിയൽ ലെയറും ഇതിൽ കാണിച്ചിട്ടില്ല. ഇറ്റ്സ് ആക്ച്വലി റെപ്രസെൻറ്റ്സ് ദി സ്കിൻ. അത്രയേ ഉള്ളൂ. നന്നായിട്ട് പഠിക്കാം.